ഒരുപാട് ആളുകൾ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എങ്ങനെ നോക്കിയാലും സമൂഹത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒരു കാത്തലിക് സ്കൂളിൽ നിന്നോ ഗവൺമെന്റ് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയവരാ. ഇപ്പോൾ ഒരു ചെറിയ 2 എക്സാമ്പിൾ പറയാം. വൈ ഐ ആം ഹിന്ദു എന്ന പേരിൽ ടൈറ്റിലില് ശശി തരൂർ ഒരു പുസ്തകം എഴുതി. ശശി തരൂർ പഠിച്ചാകുന്ന മുഴുവൻ കോൺവെന്റ് സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ബ്രിട്ടനിലും അമേരിക്കയിലും അദ്ദേഹത്തെ കൂടുതലും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അദ്ദേഹത്തെ നല്ലൊരു ഹിന്ദു ആക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നത് ആ ഒരു പുസ്തകത്തിലൂടെ. അതല്ലെങ്കിലും നമ്മുടെ കേരളത്തില് നമ്മുടെ സാഹിത്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സുകുമാർ അഴീക്കോട്, അദ്ദേഹത്തിന് ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് തത്വമസി. ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ അതിലൂടെ അത് തത്വമസിയുടെ അർത്ഥമൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിച്ചത് ഞാനും പഠിച്ച സെയിന്റ് അലോഷ്യസ് കോളേജിലാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും അലോഷ്യസ് കോളേജ് അദ്ദേഹത്തിന്റെ സംസ്കാരത്തിൽ നിന്നോ അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ നിരീക്ഷണം ഒന്നും പുറകോട്ട് കൊണ്ടുവല്ലോ, മുന്നോട്ട് മാത്രമേ കൊണ്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കാത്തലിക് എഡ്യൂക്കേഷൻ നമ്മുടെ ഈ ഭാരതത്തിൽ ഓരോ പൗരനെയും വളർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആരെയും തളർത്തിയിട്ടില്ല. അതിപ്പം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യ വ്യക്തിയിൽ ഒരാളെ LK അദ്വാനി, അദ്ദേഹം പഠിച്ചത് സെയിന്റ് പാട്രിക് സ്കൂളിലാണ്, കറാച്ചിയില് പാട്രിക് സ്കൂളില്. അതുപോലെ CPM പാർട്ടിയുടെ പ്രമുഖ സ്ഥാനത്തിന് സീതാറാം യെച്ചൂരി, അദ്ദേഹം പഠിച്ച സെയിന്റ് സ്റ്റീഫൻ ഡൽഹിയിലാണ്. അപ്പൊ അങ്ങനെ നോക്കിയാണെങ്കിൽ ഭാരതത്തിലെ ഓരോരുത്തരും പടുത്തുയർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. കോൺട്രിബ്യൂഷൻസ് ഇൻഎഫബിൾ ആണ്, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്രമാത്രം കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മുടെ സഭ, കത്തോലിക്ക സഭയും ഇംഗ്ലീഷുകാരും ഒക്കെ ഭാരതത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ സയന്റിഫിക് എഡ്യൂക്കേഷൻ, ദെൻ കാസ്റ്റ് സിസ്റ്റം വാസ് ഡിവൈഡ് ഇൻ ക്ലാസ് റൂംസ്, എംപവേർഡ് വിമൻ, standardized English medium schools all over India, and we are known as English speaking country, not any other language speaking. So before the independence 2011 സെൻസസ് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ 22 ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജസും ഒഫീഷ്യൽ അല്ല ഭരണഘടന അംഗീകരിച്ച 22 ലാംഗ്വേജസും അതുകൂടാതെ 121 പ്രമുഖ ലാംഗ്വേജസ് ആണ്, ഭാഷകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഡയലക്ട് നോക്കുകയാണെങ്കിൽ 1300 1500 ഡയലക്ട്. ഈ ഇത്രമാത്രം ഭാഷകൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഏതാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അത് ഇംഗ്ലീഷ് ഭാഷയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും ഒരുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ പോലും ഹിന്ദി അറിയാവുന്നവരും ഹിന്ദി സംസാരിക്കുന്നവരും 7-8 സംസ്ഥാനങ്ങൾ മാത്രമാണുള്ളത്.